ശരിക്കും പറഞ്ഞൊരു പ്രേതകഥയൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെയെങ്കിലും ഒക്കെ സ്ട്രൈക്ക് ചെയ്തൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഈ കൂടുതൽ കുട്ടിക്കാലത്തുള്ള കൂട്ടുകാരുടെ കഥ പറച്ചിലെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാനിത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ആദ്യമേ ഇത് പബ്ലിഷേഴ്സ് തന്നെ അയച്ചു. ഇത് റിജക്ട് ആയപ്പോഴാണ് അവസാനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഫേസ്ബുക്കിലുള്ളത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചോദിക്കും, എടാ വല്ല വിറ്റിയതൊക്കെ എഴുതി കഴിഞ്ഞാൽ വായിക്കാം, അല്ലാതെ ഇതൊന്നും വായിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാനെടുത്തൊരു കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. കഥ പേജ് തുടങ്ങിയപ്പോൾ അത് വായിക്കാൻ സ്വാഭാവികമായിട്ടും കഥ വായിക്കുന്ന ഒരാളല്ലോ. അങ്ങനെ എന്നാലും അവിടെ 1, 2, 3 ചാപ്റ്റേഴ്സ് ഒന്നും ഇട്ടിട്ടൊന്നും ആരുമില്ല. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഇട്ടിട്ട് ഇതൊന്ന് നിർത്താന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു 6ാമത്തെ 7ാമത്തെ ചാപ്റ്റർ ഇതുകൊണ്ട് ഇത് നിർത്താന്ന് വിചാരിച്ച 7ാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും അതിലൊരു കമന്റ് വന്നു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ ഈ ആൾക്ക് വേണ്ടിയിട്ട് ഫുള്ള് ചാപ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യും, ഒരാളെങ്കിലും നമുക്ക് വായിക്കാൻ വേണ്ടേ. അങ്ങനെയാണ് 37 അധ്യായങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരാളായിരുന്നു ഇൻസ്പിറേഷൻ അല്ലേ? ആ ഒരാള് ഭയങ്കരമായിട്ട് വിഷ്ണു ഷാജി എന്നാ പേര്. ഇപ്പൊ എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴും എനിക്ക് അവനോട് അത്രയും സ്നേഹമുണ്ട്. അപ്പോ ആ 37ാമത്തെ അധ്യായം ഞാൻ ലാസ്റ്റ് എഴുതി ഇടുമ്പോ ഈ ഒന്നിൽ നിന്നിട്ട് എനിക്ക് 15,000 വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് എന്റെ കഥ പറച്ചിൽ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. അതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്ക് സക്കർബർഗിനോട് നല്ലൊരു ഇതുണ്ട്, നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ട് കഥ പറച്ചിലിന്. ഇത് നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ നമുക്കൊരു ദൃശ്യമായി ഫീൽ ചെയ്യാറുണ്ട് വായിക്കുമ്പോൾ. എനിക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, കുട്ടിക്കാലം തൊട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോകുന്നതിന് വരെ ഞാൻ എപ്പോഴും ഇരുന്ന് സാങ്കല്പിക ലോകത്തായിരുന്നു എന്റെ. അപ്പൊ അതൊക്കെയാണ് ഞാനൊരു ലോകം കെട്ടിപ്പടുത്താതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നതായിരുന്നു. അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്ത് എഴുതാനാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞാല് കുട്ടിക്കാലം നന്നായി സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അമ്മ വിദേശത്തായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട്, അച്ഛൻ ഇവിടെ ചെറിയ തൊഴിലുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കൂടെ നിന്നാണ് നിങ്ങൾ ആ ഒരു കുട്ടിക്കാലം അല്ലെ കൂടുതലും? അച്ഛന് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാതെ കുട്ടിക്കാലമായിരുന്നു എന്റേത്. അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയാണെങ്കിലും അധികം അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ചേട്ടനാണെങ്കിൽ നന്നായിട്ട് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പോയി പിന്നെ അവൻ രാത്രി കയറി വരുന്നത്. അപ്പൊ ഞാൻ അവന് തമ്മിൽ ഒരു 4 വയസ്സ് ഗ്യാപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ പോകുന്നിടത്തൊക്കെ ഞാൻ പോകാറില്ല. അപ്പൊ ഞാനിങ്ങനെ ഒടുങ്ങിക്കൂടി. അപ്പൊ ഇങ്ങനെയാണ് കൂടുതലായിട്ട് കഥ പറയാനും കഥ എഴുതാനായിട്ട് സമയം കണ്ടെത്തുന്നത്. പിന്നെ ഈ പത്രം ഉണ്ടാക്കും. പത്രം എന്ന് പറയുന്നത് വലിയ ബുക്ക് കിട്ടുമല്ലോ, നോട്ട്ബുക്ക്. അപ്പൊ അതെന്തെങ്കിലും ജംഗിൾ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കാട്ടിലെ ന്യൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ കൂടുതലും ഇങ്ങനെ ഒറ്റപ്പെട്ട് നടന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒറ്റയ്ക്ക്, ഞാൻ ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ തനിച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എപ്പോഴും സന്തോഷം കണ്ടെത്താനായിട്ട് ഒരു കഴിവുണ്ട്.